പ്യാരെ ബച്ചോ ആദാബ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 8ാം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. ഇതിലെ ഷായർ വജാഹത്ത് അലി സന്ദേൽവിയാണ്. പാട്ടിന് താഴെ വജാഹത്ത് അലി സന്ദേൽവിയെക്കുറിച്ച് ചില കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. वजाहत अली संदेलवी उर्दू के नसर निगार और शायर है. വജാഹത്ത് അലി സന്ദേൽവി ആരാണ്? ഉറുദുക്കെ നസർ നിഗാറാണ്. നസർ എന്നത് ഗദ്യം എന്നതിനെ ഉറുദുവാണ്. നസർ നിഗാർ എന്ന് പറഞ്ഞാൽ ഗദ്യരചയിതാവ് അഥവാ സാഹിത്യകാരൻ. ഓർ ഷായർ ഹെ, കവിയുമാണ്. वो हिंदुस्तान में उर्दू के मुजाहिद भी थे. അദ്ദേഹം ഇന്ത്യയിൽ ഉറുദുവിൻ്റെ ഒരു മുജാഹിദ് കൂടിയായിരുന്നു. ഉറുദുവിന് വേണ്ടി പരിശ്രമിക്കുന്നയാൾ കൂടിയായിരുന്നു. വജാഹത്ത് സാഹബ് 1 മാർച്ച് 1916 को भोपाल में पैदा हुए. വജാഹത്ത് അലി സാഹിബ് എന്നാണ് ജനിച്ചത്? 1 മാർച്ച് 1916 1916 മാർച്ച് 1-ാം തീയതി ഭോപ്പാൽ മേ പൈദാ ഹുയെ, ഭോപ്പാലിലാണ് ജനിച്ചത്. റക്സെ തമാശായി, നിഷാത്തെ ഗാലിബ്, പർവാസ് വഗൈറ ഉൻകെ അഹം കാർനാമേ ഹെ. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് റക്സെ തമാശായിയും നിഷാത്തെ ഗാലിബ്, പർവാസ് എന്നിവയെല്ലാം അദ്ദേഹത്തിൻ്റെ തൂലികയിൽ നിന്ന് പറഞ്ഞിട്ടുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളാണ്, കൃതികളാണ്. 9 अक्टूबर 1996 को लखनऊ में उनका इंतकाल हुआ. 1996 ഒക്ടോബർ 9 ലഖ്നൗവിലാണ് അദ്ദേഹം മരണപ്പെട്ടത്. ഇത് ഒരു വജാഹത്ത് അലി സന്ദേൽവിയുടെ ഒരു പ്രൊഫൈലാണ്. അപ്പോൾ നമുക്കിതിലെ താലീമി സർഗർമി വരുന്ന സമയത്ത് നമുക്ക് പ്രൊഫൈൽ എഴുതാനുണ്ട്. അപ്പോൾ ആ പ്രൊഫൈൽ എഴുതാനുള്ള ഒരു മോഡൽ കൂടിയാണ് ഇത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമ്മൾ ഈ പാഠത്തിലെ താലീമി സർഗർമിയാം എന്തെല്ലാം എന്ന് നോക്കാം. വജാഹത്ത് അലി സന്ദേൽവി की नज़म एक नई दुनिया बनाए തറന്നും സേഗായ. വജാഹത്ത് അലി സന്ദേൽവിയുടെ ഈ പാട്ടിനെ ഈണത്തിൽ ആലപിക്കാനാണ്. അത് നിങ്ങൾ നന്നായിട്ട് ഈണത്തിലൊന്ന് ആലപിക്കുക. ഞാൻ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നന്നായി പാടാൻ കഴിയുന്ന കുട്ടികളുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നൽകിയിട്ടുള്ള നമ്പറിലേക്ക് നിങ്ങളത് നന്നായി പാടി അവതരിപ്പിക്കുകയാണെങ്കിൽ അത് മറ്റുള്ള കുട്ടികൾക്ക് ഒരു പ്രചോദനമായിരിക്കും. ഇനി രണ്ടാമത്തെ ചോദ്യം, ഷേർ കാ മത്ലബ് സമജിയെ എന്നതാണ്. സമജി ആവോ എക് ദുനിയ ബനായെ ഹം നയി ജിസ്മേ ഹോ അസൂദഗി ഓർ ദിൽകശി എന്ന ആദ്യത്തെ 2 വരി നൽകിയിട്ട് ഈ ഷേറിൻ്റെ ആശയം എന്താണ് എന്ന് മനസ്സിലാക്കാനാണ്. ഷേറിൻ്റെ ആശയം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ 2 വരിയെ ഒരു സെൻറ്റൻസാക്കി ഏറ്റവും സിമ്പിളായ രീതിയിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ എക്സാമൊക്കെ എഴുതുമ്പോൾ നമ്മൾ ശീലിക്കേണ്ടത് ഇത് ആരുടെ കവിതയാണ്, ഏത് കവിതയാണ്, ഇതെന്തിനെക്കുറിച്ചുള്ള കവിതയാണ് എന്നുള്ളത് ഒരു പാരഗ്രാഫായി കൊടുക്കുകയും തുടർന്ന് നമുക്ക് നൽകിയിട്ടുള്ള ആ വരികളുടെ ആശയം എഴുതുകയും ചെയ്താൽ നമ്മൾ പക്ക പെർഫെക്റ്റായി മാറും. ഇപ്പോൾ ഉദാഹരണം, ഈ 2 വരികളാണ് നമുക്ക് നൽകിയതെങ്കിൽ നമുക്കതിൻ്റെ തുടക്കത്തിൽ നമുക്കെന്ത് ചെയ്യാം? ये शेर उर्दू का मशहूर शायर अरा वजाहत अली संदेलवी का नज़म एक नई दुनिया बनाए से लिया गया है എന്നുള്ളത് നമുക്കവിടെ കൊടുക്കാം. ഇത് അദ്ദേഹത്തിൻ്റെ ഇന്ന കവിതയിൽ നിന്ന് എടുത്തപ്പെട്ടിട്ടുള്ള 2 വരികളാണ്. ഇതെന്തിനെക്കുറിച്ചുള്ളതാണ്? ഇസ് ഷായർ. പിന്നെ അതിന് ശേഷം രണ്ടാമത്തെ പാരഗ്രാഫിൽ ഇവിടെ കൊടുത്ത പോലെ ഇസ് ഷേർ മേ ഷായർ एक नई दुनिया बनाने की तमन्ना जाहिर करता है.
ഒരു പുതിയ ലോകത്തെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഉണ്ടാക്കാനുള്ള ആഗ്രഹത്തെയാണ് പ്രകടിപ്പിക്കുന്നത്. ജിസ്മേം ആ ലോകത്തിൽ റാഹത്ത് ഓർ ദിൽകശി ക സാമാൻ മുയസ്സർ ഹോ, റാഹത്തും ദിൽകശിയുമൊക്കെ യഥേഷ്ടം നിലനിൽക്കുന്ന എന്നെന്നും നിലനിൽക്കുന്ന റാഹത്തും ദിൽകശിയൊക്കെയുള്ള രീതിയിലുള്ള ഒരു പുതിയ ലോകത്തെ സൃഷ്ടിക്കാനുള്ള ആഗ്രഹത്തെ പ്രകടിപ്പിച്ചുകൊണ്ടുള്ള 2 വരിയാണ് എന്നതാണ് അവിടെ ആ ഷെയറിൻ്റെ മത്തലബായി അവിടെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ബാക്കി തന്നെയാണ് വരികൾ വരുന്നത്. നഫ്രത്തോ സെ പാക്ക് ഹോ അപ്പിനി ജമീൻ ഹോ റവാദാരി കാ മുസല്ലഖ് ഹർ കഹീം. അപ്പോൾ അവിടെയും നമുക്ക് ഇവിടെ മത്തലബ് എഴുതുമ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യുക, യശർ വജാഹത്ത് അലി സന്ദേലവി ക നസം एक नई दुनिया को बनाए से लिया गया है എന്നുള്ളത് എഴുതിയതിന് ശേഷം ഇസ് ഷെയർമേം എവിടെയും എന്ത് തന്നെയാണ് ഷായർ എന്ത് ചെയ്യാണ്, നയി ദുനിയാക്കി നേക്ക് നയി ദുനിയ ബനാനേക്ക് തമന്ന സാഹിർ കർത്താ ഹെ ജിസ്മേം. അതുവരെ നിങ്ങൾക്ക് അതുപോലെ വീണ്ടും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ജിസ്മേം അപ്പിനി ജമീൻ നഫർത്തോം സെ പാക്ക് ഹോ, ജിസ്മേം ആ ലോകത്ത്, അപ്പിനി ജമീൻ നമ്മുടെ ലോകം, നമ്മൾ പുതിയതായി ഉണ്ടാക്കാൻ പോകുന്ന ലോകം, നഫറത്തോം സെ പാക്ക് ഹോ നഫറത്തിൽ നിന്ന് ശുദ്ധമായിരിക്കണം, വെറുപ്പിൽ നിന്ന് ശുദ്ധമായി നിൽക്കുന്ന ഒരു ലോകത്തെ ക്രിയേറ്റ് ചെയ്യണം. ഹർ കഹീം റവാദാരി ക മസല്ലഖ് ഹോ എല്ലായിടത്തും സഹിഷ്ണുതയുടെ ഒരു നേർവഴി നിലനിൽക്കുന്ന ആ ഒരു രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഷെയറിൻ്റെ മത്തലബ് ഏത് രീതിയിലാണോ നിങ്ങൾക്ക് മനസ്സിലായത്, ഏത് രീതിയിലാണ് നിങ്ങൾക്കതിനെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്നത്, ആ രീതിയിൽ നിങ്ങൾ മാറ്റി എഴുതുകയാണ് വേണ്ടത്. अगला सवाल, इस नज़म में शायर क्या बयान करता है, नज़म का पैगाम क्या है, अपने ख़यालात लिखिए. ഇതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ഓരോ വരികൾ വെച്ചിട്ട് പറഞ്ഞത്, അതാണ് നമ്മൾ എഴുതേണ്ടത്. അവിടെ ഷായർ നൽകുന്ന നസ്മിൽ നൽകുന്ന പയാം എന്ന് പറഞ്ഞാൽ ഒരു നെയ് ദുനിയ ബനാനെ, ആ നെയ് ദുനിയ എങ്ങനെയായിരിക്കണം, നഫറത്തിൽ നിന്ന് പാക്കായിരിക്കണം, റവാദാരി ഉണ്ടായിരിക്കണം, പിന്നെ ഗരീബി ഉണ്ടാവാൻ പാടില്ല, ജഹാലത്ത് ഉണ്ടാവാൻ പാടില്ല, എങ്ങും എന്തായിരിക്കണം, തറക്കി ഉണ്ടായിരിക്കണം, സാഫ് ദില്ലായിരിക്കണം, ഉൽഫത്തുണ്ടായിരിക്കണം, ഇങ്ങനെ എല്ലാവരും വിജയിക്കുന്ന ലോകമായിരിക്കണം. ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ഉമീദ്, അദ്ദേഹത്തിൻ്റെ തമന്ന ഇങ്ങനെ ജാഹിർ ചെയ്യുകയാണ് ഈ വരികളിലൂടെ. നയി ദുനിയ ബനാനെ കെ ലിയെ ഹമേ ക്യാ ക്യാ കർനാ ചാഹിയെ നസം കി റോഷനി മേം അപ്പനെ ഖയാലാത്ത് ലിഖിയെ. നസ്മിൻ്റെ വെളിച്ചത്തിൽ ഒരു നെയ് ദുനിയ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എന്തെല്ലാമാണ് ചെയ്യേണ്ടത്, അവിടെ എന്ത് വേണം, നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങാം. ഹം ഭായിയോं की तरह मिलकर रहना है, हर एक दूसरे का एहतराम करना है, अपनी ज़मीन नफ़रतों से पाक होना है, सभी के दिल साफ़ होना चाहिए, बेतासुब होना चाहिए, महर उल्फत के चिराग जलना चाहिए, ഗരീബി ഓർ ജഹാലത്ത് സെ ലഡ്ന ഹെ. ഇവയെല്ലാം ഇങ്ങനെയുള്ളതിനെ ഓരോന്നിനെയും ചെറിയ ചെറിയ സിമ്പിളായ വരികളിലേക്ക് മാറ്റി എഴുതിയാൽ ഉത്തരായി. ഓക്കെ, ഇനിയുള്ളത് പ്രൊഫൈല് തയ്യാറാക്കാനാണ്. ഇവിടെ 2 ആൾക്കാരെ പേര് കൊടുത്തിട്ടുണ്ട്. ഒന്ന് സയ്യിദ് ജാനസാർ ഹുസൈൻ റിസ്വി, അദ്ദേഹത്തിൻ്റെ തഖല്ലുസ് തൂലിക നാമം അഖ്തർ എന്നാണ്. അദ്ദേഹത്തിൻ്റെ ജനനം 18 ഫെബ്രുവരി 1914. അദ്ദേഹത്തിൻ്റെ ഷുഹറത്ത് പ്രസിദ്ധനായത് ഏത് നിലക്കാണ്, ഷായറാണ്, മുസന്നിഫാണ്, കവിയാണ്, ഗ്രന്ഥകാരനാണ്. അദ്ദേഹത്തിൻ്റെ വഫാത്ത് എന്നാണ്. ഇത്രയും കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. 2ാമത്തെ സൈഡിലെ അസ്ലി നാം സയ്യിദ് ഗുലാം മുഹിയുദ്ദീൻ അഹമ്മദ് ആസാദ്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് സയ്യിദ് ഗുലാം മുഹിയുദ്ദീൻ അഹമ്മദ് ആസാദ്. ജനിച്ച സ്ഥലം മക്കാമേം, മക്കയിൽ ജനിച്ചത് 11 നവംബർ 1888. മഷ്ഹൂർ കിതാബെ കൊടുത്തത് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ്, ഗുബാറെ ഖാത്തിർ,
ആസാദി ഹിന്ദ്. അദ്ദേഹത്തിൻ്റെ ഷുഹറത്ത് ഏത് നിലക്കാണ്? സഹാഫി, മുജാഹിദ് ആസാദി, അദീബ്. സാഹിത്യകാരനാണ്, സ്വാതന്ത്ര്യ സമര സേനാനിയാണ്, അതുപോലെ ഒരു ജേർണലിസ്റ്റാണ്. വഫാത്ത് ദില്ലി में 22 ഫർവരി 1958. ഇവിടെ ഇത്രയും കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ വജാഹത്ത് അലി സന്ദേൽവിയുടെ പ്രൊഫൈൽ നേരത്തെ പറഞ്ഞു കേൾപ്പിച്ചു. വജാഹത്ത് അലി സന്ദേൽവി ഉറുദു കെ നസർ നിഗാർ ഓർ ഷായർ ഹെ അല്ലേ? വജാഹത്ത് അലി സന്ദേൽവി ആരാണ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ 2 പേരെ കൊടുത്തിട്ടുണ്ട്. 2 പേരെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ജാനസാർ അഖ്തറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജാനസാർ അഖ്തർ ഉറുദു കെ ഷായർ ഓർ മുസന്നഫ് ഹെ. ഷുഹറത്ത് എന്നുള്ള കള്ളി നോക്കുക. അപ്പോൾ അതേപോലെ പിന്നെ അബുൽ കലാം ആസാദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മൗലാന അബുൽ കലാം ആസാദ് ഉറുദു കെ അദീബ്, സ്വഹാഫി ഓർ മുജാഹിദ് ആസാദ് ഭി ഹെ എന്നുള്ള രീതിയിൽ ഒന്നാമത്തെ വരി ഈ പ്രൊഫൈൽ നോക്കി നമുക്ക് ആ രീതിയിൽ എഴുതാം. രണ്ടാമത്തെ വരിയിൽ വോ ഹിന്ദുസ്ഥാൻ മേ ഉറുദു കെ മുജാഹിദ് ബി തെ. അവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ 2 പോയിൻ്റ് ഉണ്ടെങ്കിൽ ഇവിടെ മുജാഹിദ് ആസാദി, ഇപ്പോൾ അബുൽ കലാം ആസാദിൻ്റെ മുജാഹിദ് ആസാദി എന്നുള്ളത് അവർ രണ്ടാമത്തെ വരിക്ക് എഴുതാം. പിന്നെ ജാനസർ അഖ്തറിൻ്റെ മുസന്നിഫ് എന്നുള്ളത് രണ്ടാമത്തിൽ എഴുതാം. ഈ രീതിയിൽ ആ രണ്ടാമത്തെ വരി അങ്ങനെ എഴുതാം. ഇനി മൂന്നാമത്തെ വരി നോക്കുക. വജാഹത്ത് സാഹിബ് എന്നാണ് ജനിച്ചത്? വക്കം വജാഹത്ത് സാഹിബ് 1 മാർച്ച് ഡേറ്റ് കൊടുത്തിട്ട് ഭോപ്പാലുമേ പൈദാ ഹുയെ എന്നതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? ജാനസർ അഖ്തർ ഡേറ്റ് കൊടുക്കുക 18 ഫെബ്രുവരി 1914 പൈദാ ഹുയെ. അവിടെ സ്ഥലം കൊടുക്കാത്തതുകൊണ്ട് തൽക്കാലം നമ്മൾ എന്ത് ചെയ്യണ്ട? നമ്മൾ സ്ഥലം എഴുതണ്ട. ഓക്കെ. ഇനി അവിടെ നമുക്ക് കിട്ടിയ ഹിൻസ് ഇഷാറകൾ ഉപയോഗിച്ച് നമ്മൾ എഴുതാൻ വേണ്ടി. അതുപോലെ അബുൽ കലാം ആസാദ് 11 നവംബർ 1888 മക്കാമേ പൈദാ ഹുയെ. റെഡി. ഇനി അടുത്തത് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഉൻകി അഹം കാർനാമേ ഹേ എന്നുള്ള. അപ്പോൾ അവിടെ ജാനസാറിൻ്റെ അവിടെ കൊടുത്തിട്ടില്ല, അഖ്തറിൻ്റെ അവിടെ കൊടുത്തില്ല. അതേസമയം അബുൽ കലാം ആസാദിൻ്റെ അവിടെ ഗുബാർ ഖാത്തിർ और ആസാദി ഹിന്ദ് ഉൻകെ മഷ്ഹൂർ കിതാബേ ഹൈ, ഉൻകി മഷ്ഹൂർ കിതാബേ ഹൈ എന്നുള്ള രീതിയിൽ എഴുതാം. പിന്നെ അതുപോലെ എന്ത് ചെയ്യുക? നേരത്തെ ആ പ്രൊഫൈലിൽ കണ്ടതുപോലെ എന്ത് ചെയ്യുക? വഫാത്തും എഴുതാം. ഈ രീതിയിൽ നിങ്ങൾക്ക് പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. എളുപ്പത്തിൽ പോയതാണ്. നന്നായി കേട്ട് മനസ്സിലാക്കുക. ഓക്കെ. ശുക്രിയ. ഖുദാ ഹഫീസ്.